ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ചോറ് നല്ല നേരം വൈകിട്ടാണ് ഇട്ടത്. രാവിലെ അമ്മാമ്മൻ്റെ മകളിലെ എത്തുന്ന ചായയും ദോശയൊക്കെ കുടിച്ചപ്പോൾ പിന്നെ ചോറൊന്നും വേണ്ടാന്നുള്ളൊരു തോന്നൽ. അപ്പോൾ വന്നു. പിന്നെ അപ്പോഴേക്ക് നമ്മളെ മിന്നൂസും കുട്ടികളും കുടുംബമൊക്കെ അല്ലേ, മക്കൾ ഇവിടെ വീടിൻ്റെ ഉള്ളിലുള്ളതിനേക്കാണ് അപ്പുറം അവർ വന്ന് ബഹളം കൂട്ടാൻ തുടങ്ങി വിശന്നിട്ട്. അപ്പോൾ ഞാൻ വേഗം ഇന്നലെ വെച്ച മത്തി മുളകിട്ടതും ഉണ്ട്. അപ്പോൾ വേഗം 2 കപ്പ് അരി എടുത്ത് അടുപ്പത്തിട്ടു. ചോറ് പെട്ടെന്ന് വേവണ അരിയാണ്. എനിക്ക് നല്ല ഇഷ്ടം. ഞങ്ങളെ ഫാമിലി ഇവിടെ കേട്ടോ, എൻ്റെ മകനെയും മരുമകളുടെ കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചോറ്. പെട്ടെന്നായി. അപ്പോൾ നമ്മളെ മിന്നൂസിനും കുടുംബത്തിനുള്ള ചോറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോവാണേ. മക്കൾ വരുന്ന സന്തോഷത്തിലാണ്. 2 കസാലയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആദ്യം വരുമ്പോൾ കൊടുന്ന കേട്ടോ ഈ ബ്ലാങ്കറ്റ്. ഇത് രണ്ടാമത് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ, സൗദിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ 2 ബ്ലാങ്കറ്റും എൻ്റെ ഉമ്മാൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ പുളിഞ്ചോട് വരെയല്ല ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എൻ്റെ നാത്തൂനും കുട്ടികളും, അതായത് എൻ്റെ മരുമകളുടെ വീട്ടുകാരൊക്കെ പാടെ ഒന്നിച്ച് നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അട്ടപ്പാടി ഒക്കെ പോയി സന്തോഷിച്ച് ഒരു 3-4 ദിവസം നിന്നു. അപ്പോൾ നിന്നപ്പോൾ നമുക്കിവിടെ അടുത്ത് പുഴ തോടുള്ള വെച്ചാൽ അവിടെ പോവാം. കുറേ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ തുണികളൊക്കെ, ഞങ്ങൾ ടൂർ പോയി വന്നതിൻ്റെയൊക്കെ. അപ്പോൾ അവിടുന്ന് തുണികളൊക്കെ ബക്കറ്റിൽ നിറച്ച്, മരുമകളാണെങ്കിൽ ഗർഭിണിയാണ്, അവൾക്ക് ക്ഷീണവും ഒക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ ഇഷ്ടമൊന്നും, പക്ഷെ അവളുള്ള കാരണം ഞങ്ങളെല്ലാവരും കൂടിയും പോയിട്ടോ. ബ്ലാങ്കറ്റൊക്കെ എൻ്റെ മോനാണ് പൊന്തിച്ചത് കേട്ടോ. അമ്മച്ചിക്ക് പൊന്തിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവനാണ് കൊണ്ടുപോയി തോടിൻ്റെ അവിടെ വെള്ളത്തിൽ കൊണ്ടുപോയി. നല്ല ഒഴുക്കും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിലിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി. അതേപോലെ തന്നെ അവൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴും പൊന്തിച്ച് കൊണ്ടുവന്നത്. കാരണം വെള്ളം തന്നെ തീരെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കൊടുന്ന ആ വൃത്തിയിൽ പിന്നെ വിരുന്നേരമൊക്കെ പോയപ്പോൾ ഇതങ്ങനെ ഞങ്ങൾ പിന്നെ അന്നൊക്കെ കുറച്ച് ചൂട് തുടങ്ങാനായപ്പോൾ പിന്നെ അതൊക്കെ കഴുകിയ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തുവെച്ചു. പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടാണ്. അവിടുന്ന് പിന്നെ തണുപ്പായപ്പോൾ കുറച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ അത് ചളിയൊന്നും ആയിട്ടില്ല, കുട്ടികളൊന്നും ഇല്ലല്ലോ, കയറി മൂത്രമൊഴിക്കാൻ തന്നെ ഒന്നും. പിന്നെ അങ്ങനെ അവർക്ക് വൃത്തിയിൽ എടുത്തുവെച്ചു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിലാത്ര സെൻറ്ററിൽ ഈ വീട്ടിൽ റോഡ് സൈഡിൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി എവിടേക്ക് എടുത്തേക്കണ്, കാരണം ആര് നമുക്ക് ഇനി എന്താ എടുത്തുവെച്ചിട്ട് ഇപ്പം എന്ത് കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞില്ലേ, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ വെച്ചിട്ട് ചിന്തകളും ഒക്കെ വരാൻ തുടങ്ങിയില്ല. അപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വെറുതെ അവൻ്റെ ബെഡ്റൂമിൽ അവരെ സാധനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന വീട് ചെറുതാണെങ്കിലും അതിലും ഉണ്ട് അവർക്ക് ബെഡ്റൂം, അതിനകത്ത് അവരെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതൊക്കെ അവിടെ അവരെ ബെഡിലിങ്ങനെ അവൾ നല്ല വൃത്തിയിൽ വിരിച്ചിടും. അതേപോലെ തന്നെ വിരിച്ചിടും ബെഡും ബെഡ്ഷീറ്റും തലയണ കവറൊക്കെ. ആരെങ്കിലും പെട്ടെന്ന് പാങ്ങളൻ്റെ മകളോ ആരെങ്കിലുമൊക്കെ അതിഥിയായി നമ്മളെ വീട്ടിൽ ഞങ്ങൾക്ക് സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അവരെ കയ്യിൽ കിടക്കും. അല്ലാതെ ഞങ്ങൾ ഉമ്മയും അതിൻ്റെ അകത്ത് കിടക്കില്ല, കൊലയിലേ കിടക്കുള്ളൂ. മോന് കുറച്ചിങ്ങനെ ഇങ്ങനെ മോന് ആ വീട്ടിലില്ലാത്ത ആ ദിവസങ്ങളതിൻ്റെ ശേഷം ഞങ്ങൾ തറയിലാണ് കിടന്നിരുന്നു കേട്ടോ, വെറുതെ തുണിയൊന്നും വിരിക്കാണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണ ഞങ്ങൾക്കും ഉണ്ട് ചെറിയൊരു കട്ടിലും ബെഡൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൽ കിടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കിടക്കാൻ തുടങ്ങി. പിന്നെ അപ്പം ഇത് എൻ്റെ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, മരുമകളും കുഞ്ഞാറ്റിയും ഇപ്പം വെച്ചിൻ്റെ തത്തമ്മ. ഇപ്പം തന്നെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്, വന്നിട്ട് ഇങ്ങനെ നടക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ. ഇന്നലെ കുറേ ഫോൺ വിളിച്ച് കുറേ കളികളൊക്കെ കാണിച്ചു തന്നു. അന്നേരം തന്നെ വാരി ഇങ്ങനെ എടുക്കാൻ തോന്നുക, നെഞ്ചത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നാം. അപ്പോൾ അവർ വരുന്നുണ്ട്, ആ സന്തോഷത്തിലാണ്. മക്കൾ വന്നു കഴിഞ്ഞാൽ വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അലർജി ആവണ്ട വെച്ചിട്ട്. അപ്പോൾ ഈ ബാത്റൂം എന്ന് വെച്ചാൽ ഇവിടെ ബാത്റൂമിൻ്റെ ഉപയോഗത്തിനുള്ളതല്ല, തുണികൾ കഴുകാനും കുളിക്കാനൊക്കെ ഉള്ള കേട്ടോ. വീടിൻ്റെ ഓണറിൻ്റെയാണ്, നല്ല സൗകര്യമാണ്. അപ്പോൾ അതിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരെണ്ണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മോനുണ്ടെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വെയിറ്റുള്ള സാധനമൊന്നും എന്നോട് പൊന്തിക്കാൻ സമ്മതിക്കാറില്ല, മോനാണ് ചെയ്യൽ. അതേപോലെ തന്നെ അവൻ്റെ ഇപ്പം ഉണ്ടെച്ചെങ്കിൽ ഇപ്പൊക്കെ ഇഷ്ടമാണ് ഞാൻ ആരോഗ്യത്തിൽ ഇങ്ങനെ ഓരോന്നും ചെയ്യണതൊക്കെ കാണുന്നത്. പക്ഷെ എന്നാലും പറയും ഞങ്ങളും കൂടി കൂടാ പറഞ്ഞിട്ട് വാപ്പിയും മോനും എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട് കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ അവർ രണ്ടാളും ഉണ്ടാവാറുണ്ട്, എന്നിട്ട് അവർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ
എനിക്കതിനുള്ള ശക്തിയൊക്കെ ഉണ്ടാവട്ടെ. എൻ്റെ കുട്ടികൾ വരുമ്പോഴേക്കും ഇപ്പം കഴുകിയാലാണ് ഇത് വെയിലത്ത് നല്ല കംഫർട്ടൊക്കെ കൊണ്ട് മുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉണങ്ങി കിട്ടിയാൽ എൻ്റെ മക്കൾക്ക് വന്ന ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും അവർക്ക് സന്തോഷമായിട്ട് അവരുടെ ബെഡ്റൂമിൽ കടന്ന് ആസ്വദിച്ച് പോകാൻ വേണ്ടി ഉമ്മിച്ചപ്പോൾ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. കുഞ്ഞാറ്റിയും മരുമകളും എൻ്റെ നാത്തൂന് എന്ന് വെച്ചാൽ പഞ്ചിൻ്റെ പെങ്ങളാണ്, അന്ന് വെച്ചാൽ മരുമകളുമ്മ. പിന്നെ അവരെ മരുമകൾ അർസിന. പിന്നെ ഏറ്റവും എൻ്റെ മോനിക്ക് നല്ല ഇഷ്ടമാണ് അവൻ്റെ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് കൊണ്ടുവന്ന പോലെയാണ് അവനക്ക് അത്ര ഇഷ്ടമാണ് കാണുന്നത്. മോൾട്ടി പറയും, അതായത് എൻ്റെ നാട്ടിൻ്റെ 2ാമത്തെ മോള്. അവൾ ചെറുതായിരുന്നു, അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉണ്ട്. ആ സന്തോഷത്തോടുള്ള വരവ് സർപ്രൈസാണെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് സർപ്രൈസ് തരാമെന്ന് എൻ്റെ മരുമകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് നിമിഷവും എപ്പോഴാണ് അവർ വരികയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഫുഡൊന്നും അങ്ങനെ ചിലപ്പോൾ വലിയ ഇതായിട്ടൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോസിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഈ ബസ്, പിന്നെ അപ്പുറം പാത്തൂൻ്റെ കട ഉണ്ട്. ഒന്നമാതിരി കടകളൊക്കെ ഉള്ള സമയത്താണ് സർപ്രൈസ് ആണെങ്കിൽ അവർ വന്നെത്തിയെങ്കിൽ ഇഷ്ടം പോലെ അവർക്ക് ഫ്രൂട്ട്സോ സാധനങ്ങളോ എന്താ വെച്ചാൽ കഴിക്കാം. അപ്പോൾ അവർ പറയുന്നില്ല കേട്ടോ എന്നാണ് വരികയെന്ന്. അപ്പോൾ ഗായ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലാങ്കറ്റ് ഒന്ന് കഴുകിയെടുത്തോട്ടെ. ഇത് ഫസ്റ്റ് ഇട്ടിട്ടുള്ളൂ, ഇനി 2ാമത്തെ ഒരെണ്ണം അവിടെ ഇരിക്കുകയാണ് കഴുകാൻ. അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റകൾ വരുന്ന ആ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോന്ന് ഞാൻ ചെയ്തു വെക്കുകയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.